ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രംപ് മെമി പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ട്രംപ് മെമി പ്രോജക്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു ചടങ്ങിൻ്റെ ടൈം, അതിനുശേഷവും മാർക്കറ്റിൽ വൻ രീതിയിൽ ഇമ്പാക്റ്റ് എന്ന രീതിയിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ ചലനം ക്രിപ്റ്റോയ്ക്കകത്തുണ്ടാവാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഒന്നും തന്നെ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടില്ല. ഈ ഒരു ടൈമാണ് ഒഫീഷ്യൽ ട്രംപ് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ലോഞ്ച് ആവുന്നത്. അതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു $5 $6 റേഞ്ചിലാണ് ലോഞ്ച് ആയത്. ഏകദേശം കുറച്ച് ടൈം കൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $73 വരെ ടോപ്പായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന $58 ഏകദേശം നമ്മുടെ ബൈനാൻസ് പോലുള്ള എക്സ്ചേഞ്ച് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പെർപെച്വൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് MXC എക്സ്ചേഞ്ചിൻ്റെ അകത്ത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടുതലാണ്, നല്ല രീതിയിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് പെർപെച്വൽ ട്രേഡ്, ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് എന്ന രീതിയിൽ പറയില്ല ഈ ഒരു പ്രോജക്റ്റ്, പക്ഷേ നിങ്ങൾക്ക് പെർപെച്വൽ ട്രേഡ് പോയിട്ട് സ്കാൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ പെർപെച്വൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ ഞാൻ സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പ്രോജക്റ്റ് സജസ്റ്റ് ചെയ്യില്ല. കാരണം മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് മാത്രം പെട്ടെന്നുള്ള ഒരു മാനിപ്പുലേഷൻ മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ പെർപെച്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ള പ്രോജക്റ്റിനേക്കാളും നല്ല രീതിയിൽ ഇപ്പം വോളിയം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് സ്കാൽപ്പ് എന്ന രീതിയിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഹൈ നോക്കിക്കൊണ്ട് ഹൈ എന്ന രീതിയിലോട്ട് ആണ് ട്രെൻഡ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് ഇന്നോട്ട് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അതനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ മാറ്റം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ സൈഡ് വൈസ് ആണ് നിൽക്കുന്നതെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പുതിയൊരു ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് ചേഞ്ച് ആവുന്നതായിരിക്കും. എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൊളാന പുതിയ ഹൈയിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസും വീഴാതെ നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും നമ്മുടെ സൊളാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $295 ആയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരാഴ്ച കൊണ്ടാണ് ഏകദേശം 176 നിന്നും ഏകദേശം $300 റേഞ്ചിലോട്ട് മാർക്കറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയി പോയത്. ഞാൻ $10 താഴെ വരെ സൊളാന 2 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭമുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒരു 10 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വയ്ക്കാൻ താല്പര്യമുള്ളവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുക പ്രൈസ്. എൻ്റെ സെൽ ടാർഗറ്റ് അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു $500 വരെ സൊളാന വേണമെങ്കിൽ പോകാം. അന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഓക്കെ അത്രയൊക്കെ പോകുമോ എന്നൊരു ഡൗട്ട്. പക്ഷേ ഏകദേശം $295 അടുപ്പിച്ച് നമ്മുടെ സൊളാനയുടെ പ്രൈസ് വന്നിട്ടുണ്ട്. അതിനുള്ള കാരണം ഞാൻ അന്ന് ബൈ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് ആണെന്ന് തോന്നുന്നു. ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, FTX എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് ഇനി സൊളാന ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, നിങ്ങൾക്ക് ആവറേജ് സെല്ല് ചെയ്യാം. ഓക്കെ, പക്ഷേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും സൊളാനയുടെ പ്രൈസ് ഇടിഞ്ഞ് ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വരുന്നതായിരിക്കും. പക്ഷെ നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. പെർപെച്വൽ ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അവസരം നമ്മുടെ സൊളാനയ്ക്കകത്തുണ്ട്. പക്ഷേ എതീരിയത്തിൻ്റെ അകത്ത് അത്ര വലിയ രീതിയിൽ വേരിയേഷൻ മാർക്കറ്റിൻ്റെ അകത്ത് വന്നിട്ടില്ല. സൊളാനയ്ക്കകത്ത് വോളിയം കൂടുതലാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ പെർപെച്വൽ എന്ന രീതിയിൽ ഫ്യൂച്ചേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ട്രംപ് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ് മെമി പ്രോജക്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് പെർപെച്വൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നോട്ട് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതുമാത്രമല്ല ഗോൾഡിൻ്റെ പ്രൈസ് ഓപ്പൺ ആവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ USA മാർക്കറ്റ് ഓപ്പൺ ആവുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അനുസരിച്ച് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വേണമെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ ടോപ്പ് ഹൈ എന്ന രീതിയിൽ വേണമെങ്കിൽ പുതിയൊരു ഹൈയിലോട്ട് വേണമെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകാം. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസിലും നല്ല രീതിയിൽ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ ട്രംപ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് വേണമെങ്കിൽ പെർപെച്വൽ മാത്രം ചെയ്യുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. കാരണം മാർക്കറ്റ് എല്ലാം സെയിം കണ്ടീഷനിൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല.